നമുക്കറിയാം, കേരളത്തിലെ സഭാ തർക്കം ഏതാണ്ട് 114 വർഷത്തോളമായി തുടർന്നു വരുന്ന ഒരു വലിയൊരു പ്രശ്നമാണത്. ഇവിടെ പല ഘട്ടത്തിലായിട്ട് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാർ ഇരുന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലും വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇരു കൂട്ടരും എടുത്തത്. LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, രണ്ട് കൂട്ടരുടെയും വോട്ട് നേടുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം. ഒരുപക്ഷെ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് ഭരണത്തിലിരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരുടെ മുഖ്യമന്ത്രിമാർ ആത്മാർത്ഥമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ സഭാതർക്കം വളരെ പണ്ടേ പരിഹരിച്ചിരുന്നേനെ. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികൾ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കരുത് എന്ന ചിന്താഗതിയോട് കൂടിയാണ് ഇതിലിടപെട്ടിട്ടുള്ളത്. കാരണം ഇത് പരിഹരിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങനെ ഒരു നിലപാട് അവരെടുത്തത്. ഞാൻ എൻ്റെ അച്ഛനായിട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ അന്നത്തെ പരിമിതികൾ കാരണം അതിലൊരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതൊരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണത്. പക്ഷേ ഇപ്പോൾ 2020 പാർട്ടി NDAയുടെ ഭാഗമായതോടുകൂടി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇന്നലെ സഭാ നേതാക്കന്മാർ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള ഒരു അവസരം ഞാൻ ഒരുക്കിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ശ്രദ്ധയോടെ കേട്ടു. അതിനെപ്പറ്റി അദ്ദേഹം ചർച്ചയ്ക്ക് മുമ്പ് തന്നെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 114 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് കേരളം എന്ന ഇതുപോലെയുള്ളൊരു കൊച്ചു സംസ്ഥാനത്തിൽ 2 സഭകൾ തമ്മിലുള്ള ആ ഒരു തർക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, അത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്തുന്നതും പ്രധാനമന്ത്രിയെ ഇടപെടുത്തുന്നതും. അവിടെ അദ്ദേഹം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ള തീരുമാനമാണ് അറിയിച്ചത്. ഇങ്ങനെയുള്ള തർക്കങ്ങൾ, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള തർക്കങ്ങൾ, കോടതികളിൽ കൂടിയല്ല പരിഹരിക്കപ്പെടേണ്ടത്. അത് മീഡിയേഷൻ വഴി സമവാക്യത്തിലൂടെ 2 കൂട്ടരെയും അവരുടെ വേദനിപ്പിക്കാതെ 2 കൂട്ടർക്ക് സമ്മതമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്തി പറ്റുമെങ്കിൽ ഈ ഇരു സഭകളും ഒന്നിച്ചു പോകണമെന്ന ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ നടപടികളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏത് രീതിയിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ ഒരാവശ്യമാണ്. അതുകൊണ്ട് ഇരു കൂട്ടരും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടതാണെങ്കിൽ നടത്തി. ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 10-40 വർഷക്കാലമായിട്ട് ഒരുപാട് പോലീസ് നടപടികൾ, കോടതി നടപടികൾ, ഒട്ടനവധി ആളുകൾ, ആയിരക്കണക്കിന് കേസുകൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വിശ്വാസികൾ ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിലേക്ക് പോകുന്നത് തന്നെ ഭയമായിരിക്കുകയാണ്. കാരണം അവരുടെ പേരിൽ കേസുകൾ വരുമോ, നിയമ നടപടികൾ വരുമോ എന്ന്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ പറയുന്ന വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളിൽ പുതുതലമുറ ഈ നാട് വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അത് ഈ സഭ തന്നെ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊരു സഭ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. കാരണം കൂട്ടമായിട്ടുള്ള യുവാക്കളുടെ ഈ നാട് വിട്ടു പോകുമ്പോൾ ഈ തലമുറ തീരുന്നോട് കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഒരു പക്ഷേ കലാകാലങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് നിൽക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇവിടെ സമാധാനം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പള്ളികളിൽ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് സമാധാനത്തോടെ പോകാനും പ്രാർത്ഥിക്കാനും ഉള്ള അവസരങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം 99% ആളുകളും ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഇടപെടലോട് കൂടിയിട്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ 114 വർഷങ്ങളായിട്ട്, അതായത് നമ്മൾ പലരും ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ഒരു തർക്കം നമ്മുടെ പ്രധാനമന്ത്രിക്ക് തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയെങ്കിലും അവർക്കെങ്കിലും സമാധാനത്തോടെ പള്ളികളിൽ പോകാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്നത് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. ഇത് കൂടാതെ ഇപ്പോൾ നമുക്കറിയാം, ന്യൂനപക്ഷത്തിൽ തന്നെ ഒരു മാക്രോ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ സഭകൾ. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ അങ്ങനെ വരുമ്പോൾ പല അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് ന്യൂനപക്ഷങ്ങളിൽ തന്നെ മാക്രോ ന്യൂനപക്ഷത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കണമെന്നുള്ള കാര്യവും ഇന്നലെ ചർച്ചയിൽ വന്നു. അത് പ്രധാനമന്ത്രി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിനെ കാണുന്നുണ്ട്. അതും അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാമെന്ന് ഉള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നലത്തെ ചർച്ചയിലുണ്ടായത്. ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രശ്നത്തിന്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാൻ സാധിച്ചാൽ നമ്മൾ ഈ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ പരിശുദ്ധ ബാവയുടെ പ്രതികരണം വന്നിട്ടുണ്ടല്ലോ, അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വിട്ടുവീഴ്ചകൾ നടത്തി രണ്ട് കൂട്ടരും ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് കീഴ്ക്കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി, അത് വീണ്ടും ഇവിടെ വരുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. കോടതി വഴി ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 100 വർഷം അല്ലെങ്കിൽ 500 വർഷം കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരമാകില്ല. കാരണം ഏത് വിധിയെയും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് ഇരു കൂട്ടരും പോകും. അപ്പോൾ ഇതിപ്പോൾ പലർക്കും ഇരു കൂട്ടർക്കും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. അത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞതും, ഒരു മീഡിയേഷൻ വഴി രണ്ടുപേരെയും കേട്ടിട്ട് അതിന് ഒരു മീഡിയേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ആ മീഡിയേഷനിൽ കൂടി ഇത് പരിഹരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയേഷൻ പറയുമ്പോൾ രണ്ട് കൂട്ടരെയും കേൾക്കുന്നു, രണ്ട് കൂട്ടർക്കും അവരുടെ അവകാശവാദങ്ങളുണ്ട്. അപ്പോൾ അതിന് ന്യായമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുമ്പോൾ അത് അംഗീകരിക്കാൻ രണ്ട് കൂട്ടരും ബാധ്യസ്ഥരാണത്.
അതിനാണല്ലോ നമുക്ക് ഈ ഗവൺമെൻറ്റും ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് ഈ വിഷയം. അദ്ദേഹം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നീതിപൂർവമായിട്ട് ഇരു കൂട്ടർക്കും സമ്മതമായിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം കണ്ടെത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. നമുക്കിത് കോടതി വഴി ഒരിക്കലും പരിഹരിക്കരുത്. ഇവിടുത്തെ പാവപ്പെട്ട വിശ്വാസികൾ അനുഭവിക്കട്ടെ, ഇനിയും അനുഭവിക്കട്ടെ, നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടു പോകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇതിനെ പോസിറ്റീവായിട്ട് കാണണം. പരിഹാരമല്ലേ വേണ്ടത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരുടെ മുഖ്യമന്ത്രിമാർ പല ഘട്ടങ്ങളിലായിട്ട് ഇരുകൂട്ടരുമായിട്ട് ചർച്ച ചെയ്ത് അവരെ വഞ്ചിക്കുകയായിരുന്നു. ഇതിന് ആത്മാർത്ഥമായിട്ടൊരു തീരുമാനമുണ്ടാകണം, പരിഹാരമുണ്ടാകണമെന്ന് അവരാഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണിത് പരിഹരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് കോടതികളിലേക്ക് പോയത്. അപ്പോൾ അവരാത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് LDF ഗവൺമെൻറ് ഇതിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ നിയമസഭ പിരിയുന്നത് വരെ പല വിശ്വാസികളും വിചാരിച്ചിരുന്നു ഇതിന് പരിഹാരമുണ്ടാകുമെന്ന്. പക്ഷെ ഉണ്ടായില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ പറയുന്ന ഇരു വിഭാഗങ്ങളെയും അവർക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഇതിനെല്ലാം ഉപരിയായിട്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഈ വിഷയം ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ വിഷയം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാവുന്നതിൽ കൂടുതലായിട്ട് തന്നെ പ്രധാനമന്ത്രി പഠിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു മീഡിയേഷൻ, കോടതിക്ക് പുറത്ത് മീഡിയേഷനിൽ കൂടി മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകൂ. അല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ അടിയും കേസും ജയിലുമൊക്കെ ആയിട്ട് ഈ വിശ്വാസികൾ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇരു സഭകളിലും, ഞാനിപ്പോൾ ഒരു വിഭാഗത്തിൻ്റെയും വക്താവല്ല, ഇരു സഭകളിലും ഇത് തീരരുത് എന്ന് വിചാരിക്കുന്ന ചില ആളുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഈ കാര്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും അദ്ദേഹത്തിന് മുമ്പിലെത്തിച്ചതും. അദ്ദേഹം അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന്, ഓഫീസിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അധികം താമസിയാതെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ആഗ്രഹം ഇവിടെ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സഭകൾ ഇതുപോലെ തർക്കങ്ങളിൽ കൂടി ഛിന്ന ഭിന്നമായി പോകരുത്, എല്ലാവരും ഒന്നിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ തന്നെ അതായിരുന്നു. അപ്പോൾ അത് നടന്നില്ലെങ്കിലാണ് പ്ലാൻ ബിയിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിനായിരിക്കും അദ്ദേഹം ആദ്യം ശ്രമിക്കുക. അത് നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടായിരിക്കാം. അത് പറയാൻ ഞാൻ ആളല്ല, പക്ഷേ പരിഹാരം കണ്ടെത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വെറും 4 ആഴ്ചയായുള്ളൂ NDAയിൽ വന്നിട്ട്. ഈ 4 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ഇതുമായിട്ട് ഏതെങ്കിലും അധികാരങ്ങളോ അല്ലെങ്കിൽ ആക്സസോ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് പണ്ടേ ചെയ്തിരുന്നേനെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവായിട്ട് തുടങ്ങി വെച്ചതാണ് അത്. ഈ സഭയുടെ പ്രശ്നം തീർക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. അദ്ദേഹം അതിന് ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പരിമിതികൾ വെച്ച് അത് സാധിച്ചില്ല. ഇന്ന് ഞാൻ ഈ NDAയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതിനൊരവസരം കിട്ടി. അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തി അതിന് പരിഹാരമുണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്നതും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും ശരിയല്ല. രാഷ്ട്രീയത്തിനെ മതത്തിന് പുറത്ത് നിർത്തണം. നമ്മുടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, രാഷ്ട്രീയക്കാരെ ഇതിൽ നിന്ന് പുറത്ത്, പടിക്ക് പുറത്ത് നിർത്തണം എന്നുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട്
ഇതിൽ ഈ ഒരു സമയത്ത് വന്നു എന്നുള്ളത് ഞാൻ NDAയിൽ ചേർന്ന് 4 ആഴ്ചയായുള്ളൂ. അന്ന് മുതൽ കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത ഒരു പ്രശ്നമാണിത്. അല്ലാതെ ഇതിനകത്ത് ഇതുകൊണ്ട് വോട്ട് നേടാമെന്നോ അല്ലെങ്കിൽ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു എടുത്ത നടപടിയല്ല. അത് ചെയ്തത് ഇവിടുത്തെ LDFും UDFുമാണ്. കഴിഞ്ഞ 10-40 വർഷക്കാലമായിട്ട് ഈ 2 വിഭാഗത്തിനെയും ഈ പ്രശ്നം തീരരുത് എന്ന് പറഞ്ഞ് പക്ഷേ ഞങ്ങൾ തീർക്കാമെന്ന് അവർക്ക് വ്യാമോഹം കൊടുത്ത് വഞ്ചിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജോലി അതല്ല. എനിക്ക് 100% ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുണ്ട്. അത് കേരളത്തിലെ ഒരു പ്രശ്നമാണ്. അതുപോലെ കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും കേന്ദ്രത്തിൽ എത്തിച്ച് അതാത് വകുപ്പുകളിൽ എത്തിച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും കേരളത്തിൻ്റെ പരിഹരിച്ച് കേരളത്തിനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ ആ വികസനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും. അതിൽ ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടി മാത്രമായിട്ടാണ് ബാവ അവിടെ നിന്ന്, ഓസ്ട്രേലിയയിലായിരുന്നു, അവിടെ നിന്ന് ഇവിടെ വന്നു. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു.